മൈത്രേയന് നമസ്കാരം. എൻ്റെ പേര് ലത. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു എനിക്ക്. പൊളിറ്റിക്കൽ അവിടെ ഒന്നും അങ്ങനെയുള്ളൊരു ഡിസ്കോഴ്സ് ഉണ്ടായില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇലക്ഷനെ കുറിച്ചുള്ളൊരു ചർച്ച 4-5 പേര് ഒരു പാനലിൽ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൽ ഡീലുണ്ടോ, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് ഇവിടെ വരാൻ സാധ്യതയുണ്ടോ കൂടുതലായിട്ട്, അതിനെക്കുറിച്ചൊക്കെയുള്ള, അതുപോലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ തുലോം കുറവാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ മൈത്രേയൻ്റെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഈ കേരളത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് നിർത്തിയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ പ്രസക്തമേ അല്ല. കാരണം കേരളത്തിന് പുറത്ത് ഇവിടെ നിൽക്കുന്ന തമ്മിൽ മത്സരിക്കുന്നവർ രണ്ടുപേരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണ്ടേ. കഴിഞ്ഞ തവണ തന്നെ ഞാൻ ഈ കാര്യത്തിനകത്ത് വിട്ടതാണ്. കാരണം രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ച് നിൽക്കാൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഒന്നിച്ച് നിൽക്കാൻ ബാധ്യതയുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായ ആൾക്കാർ ഇവിടെ കസേരയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു യുദ്ധത്തിൽ കവിഞ്ഞേ ആകുന്നു. അത് വീട്ടിനകത്തൊക്കെ ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കിടുന്ന പോലെയാണ് ഇന്നിപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ. ഇന്ത്യൻ രാഷ്ട്രീയമില്ല എങ്കിൽ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാത്രമാണ്. കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പറയാനുണ്ട്. അല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒന്നിച്ച് നിന്ന് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തിലേക്ക് വരരുത് എന്ന് പറയേണ്ട ഒരു സ്ഥലമല്ലേ. കഴിഞ്ഞ ഇലക്ഷന് തന്നെ അത് സംഭവിക്കേണ്ടതല്ലേ. സത്യസന്ധരായ രീതിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ രണ്ടു കൂട്ടരും കൂടെ നിശ്ചയമായിട്ടും പരസ്യമായി പ്രഖ്യാപിക്കാൻ ബാധ്യതയുള്ള സാധനമാണ് അതൊക്കെ. ലോകം മാറിപ്പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ അത് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം എന്തായാലും നമുക്ക് ശ്വാസം മുട്ടുന്ന രാഷ്ട്രീയം തന്നെയാണ്. അല്ല, UP നടക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിനകത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. അത് വരാതിരിക്കാനായിട്ട് മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ നിലവിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്നവർ രണ്ടുപേരും കൂടെ ഒരു പക്ഷത്താണെന്നുള്ള കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപോലല്ലേ. പിന്നെ എങ്ങനെയാണെന്ന് ഞാനതിന് മേളിലേക്ക് എനിക്കതിന് കൊണ്ട് ഞാനിത് വെറുതെ കാണത്തേ ഉള്ളൂ. അപമാനമുണ്ട് ഇവർ തമ്മിൽ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു ഇലക്ഷന് ഇവിടെ പൊരുതുന്നത് കാണുമ്പം അപമാനമുണ്ട്. അത് എനിക്ക് അതിനകത്തതുണ്ട്. അതേസമയത്ത് ഇതൊരു ഡിഫറൻ്റായ ഒരു സ്റ്റേറ്റാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾ തമ്മിൽ പണ്ടേ തൊട്ട് ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്, അത് ഞങ്ങൾ തുടരുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വഴക്കൊന്നുമില്ല. അത് അവർ ചെയ്തോട്ടെ എന്നുള്ളതല്ലാതെ അതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് പ്രസക്തമായ ഒരു കാര്യമല്ല. നമുക്കെല്ലാവർക്കും കൺഫ്യൂഷനല്ലയോ. ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പറയും. എന്നിട്ട് ഇവിടെ അത് യാതൊരു മീനിങ്ങും ഇല്ലാതിരിക്കുമ്പം നമ്മളെങ്ങനെയാണ് എന്ത് രാഷ്ട്രീയമായിട്ടാണ് ചിന്തിക്കേണ്ടത്? കേരളത്തിനകത്ത് നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ കണ്ടാൽ മതി. നമുക്ക് പരിചയമുള്ള കുറച്ച് പേരൊക്കെ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ അവരാരെങ്കിലുമൊക്കെ കൊള്ളാവുന്നവർ ജയിച്ചാൽ രണ്ട് പക്ഷത്തും കൊള്ളാവുന്നവരെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്കൊക്കെ വോട്ട് കൊടുക്കാം. കാര്യം രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം അവർക്ക് ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ കഴിയില്ല. ഇന്ത്യയിലാണെങ്കിൽ. ഇന്ത്യയിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ വിഷമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുണ്ടാക്കിയിരുന്ന എല്ലാ സാധനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജുഡീഷ്യറി ആയാലും ഇലക്ഷൻ കമ്മീഷൻ ഇല്ല. അതിനെതിരെ അഭിപ്രായം പോലും പറയാൻ പറ്റത്തില്ല, ഒരു കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യത്തിരുന്നുകൊണ്ട് എന്ത് ഇലക്ഷനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്? അപ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗവൺമെൻറ്, നിലനിൽക്കുന്ന ഗവൺമെൻറ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് ഈ തമ്മിലടിച്ച് ഈ പറയുന്നത് ഉള്ളതും കൂടെ പോകാം എന്നുള്ളതല്ലാതെ വേറെ മീനിങ് ഒന്നുമില്ല. പരസ്യമായി പറയേണ്ട സമയമായിരുന്നു കഴിഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിനകത്തുണ്ടായിരുന്ന ഇലക്ഷൻ. MP മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കേരള അത് അന്ന് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ ഒരു ഫ്രണ്ട്ലി മാച്ച് ചെയ്യുന്നുള്ള, അല്ലാതെ നമ്മൾ ചെയ്യുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രണ്ടുപേർ ഇങ്ങനെ ഒത്തിരി വർഷമായിട്ട് തുടർന്നു കൊണ്ടിരുന്ന കാരണം കൊണ്ട് ഞങ്ങളിങ്ങനെ രണ്ട് കൂട്ടരുടെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കത്തക്കവണ്ണം നടത്താവുന്ന ഒരു ഫ്രണ്ട്ലി മാച്ച് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു വാശിയൊന്നും ഇല്ല എന്നൊക്കെ പറയാവുന്നതായിരുന്നു. അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ സ്പേസ് പോയി. ഇനിയുള്ളത്
ഇലക്ഷൻ കഴിഞ്ഞിട്ട് വല്ലതും ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ രാജ്യം പഴയതുപോലെ തുടരുമെന്ന് വിചാരിക്കാത്ത ആളാണ്. സോവിയറ്റ് യൂണിയൻ പോലെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. കാരണം ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് ഒന്നിച്ച് നിന്നവർ മാത്രമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് മാത്രമായിരുന്നു നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഘട്ടം ഘട്ടമായിട്ട് അതില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പാർലമെൻറ്റിൽ വെറുതെ നോക്കിയിരുന്നാൽ മതി. ഒരൊറ്റ നിയമം പോലും ചർച്ചയ്ക്കെടുത്തിട്ടല്ല എടുക്കുന്നു. വെറുതെ കൈയടിച്ച് പാസ്സാക്കുക, ഇങ്ങനെയൊക്കെ സ്ഥലമാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു ലോകമേ ഇല്ലാതായി കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനതങ്ങനെ കാണുന്നേ ഇല്ല. ഒരു ആഭ്യന്തര യുദ്ധമൊക്കെ ഉണ്ടാകാതെ ഒരു ഡൈവോഴ്സൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും ഞാൻ ആലോചിക്കത്തുള്ളൂ. നിലനിൽക്കുന്ന ഇതിനകത്തു നിന്നും കുറച്ചുകൂടെ സ്വതന്ത്രമായ, നമുക്കിപ്പോൾ യൂറോപ്യൻ യൂണിയൻ പോലൊക്കെ ആയിട്ട് ഒക്കെ നിൽക്കാൻ പറ്റുന്ന നിലവാരത്തിലൊരു സ്പേസിലൊക്കെ നിൽക്കാൻ പോയാൽ, ഇപ്പോൾ നമ്മളെപ്പോലെ ഇന്ത്യ, ഈ കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന ഇവിടെ ഇഷ്ടംപോലെ ധനം നമ്മൾ ലോകം മുഴുവൻ നടന്ന് അധ്വാനിച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് മുഴുവൻ ഇവിടുത്തെ ബാങ്കിലിട്ടാൽ അത് സൈഫൺ ചെയ്ത് അങ്ങ് വടക്കേ ഇന്ത്യയിലോട്ട് പോകുക എന്നുള്ളതല്ലാതെ ഇവിടെ അങ്ങ് കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മുടെ പ്രശ്നമാണ്. ഈ സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേർന്ന് സംസാരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതൊക്കെ നമുക്ക് ശ്വാസം മുട്ടിക്കുന്ന നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എന്നാണ് നമ്മൾ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ്, യൂണിയൻ ഗവൺമെൻറ്റാണ്. നമ്മൾ അതിന് കീഴിലുള്ളവരായിട്ടാണല്ലോ നമ്മളെല്ലാം കാണുന്നത്, അല്ല നമ്മുടെ കൂട്ടായ്മയായിട്ട് കാണുന്നേ ഇല്ല. ഫെഡറൽ സ്റ്റേറ്റുകളാകേണ്ടതല്ലേ? സാങ്കല്പികമായിട്ട് ഫെഡറൽ സ്റ്റേറ്റൊക്കെയാണ്, പക്ഷേ കേന്ദ്രത്തിന് പിരിച്ചുവിടാം. നമ്മൾ ജനങ്ങളാണ് പരമാധികാരികളെന്നാണ് ജനാധിപത്യത്തിനകത്ത്. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ ആരാണ് ഉള്ളത്? ആർക്കാണ് അവകാശം? പറ, നിങ്ങൾ തന്നെ പറ. നമ്മുടെ ആദ്യത്തെ ഗവൺമെൻറ്റിനെ തന്നെ പിരിച്ചുവിട്ടില്ലേ? ഇതാണ് അത്. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ മുകളിൽ അധികാരമുള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്കത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തത്. സുപ്രീം കോടതിയാണ് ഇപ്പോഴും ഉള്ളത്. ജനങ്ങളാണ് സുപ്രീം എന്ന് പറയും. പിന്നെ എവിടെയാണ് ഈ സുപ്രീം കോടതി? നിങ്ങൾ തന്നെ ആലോചിക്കുന്നതൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും മാറ്റിയെടുക്കേണ്ട സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ചെയ്യേണ്ടതാണ് പഞ്ചായത്ത് ബലപ്പെടുത്തണം. പഞ്ചായത്തിനകത്തൊരു കമ്മിറ്റി, നാട്ടിനകത്തെ ആളുകൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ജൂറി ഉണ്ടാക്കിയെടുക്കണം. 5 ലക്ഷം കേസും കണ്ടാണ് ഈ സകല കോടതിയിലും കൂടെ കെട്ടിക്കിടക്കുന്നത്. അവിടെ എന്ത് നടക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്ത് നീതി കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മൾ അയലത്തുള്ളവർ തമ്മിലുള്ള തർക്കം സുപ്രീം കോടതി പോയിട്ട് എന്ത് കൂടുതൽ സാധിക്കുന്നതാണ്? ഇതൊക്കെ വേസ്റ്റായിട്ടെന്ന് പറഞ്ഞാൽ, പണ്ട് രാജാവായിരിക്കുന്ന ആളുടെ മുന്നിൽ ഒരു കേസ് വരാതിരിക്കാൻ എത്ര തടസ്സങ്ങൾ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചതാണ് ഈ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അത് ഹൈക്കോടതി, സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കേസ് പറഞ്ഞാൽ ആദ്യത്തെ കോടതിക്കകത്ത് അതിനേക്കാളും മെച്ചപ്പെട്ടത് എന്താണ് ഇനി രണ്ടാമത് പോയി കിട്ടുന്നത്? 2 പേർക്കും കൂടെ നീതിയുള്ള ഒരു വിധിയുണ്ടോ? വെറുതെയല്ലേ നമ്മൾ ഈ നടക്കുന്നത്? ഈ സകല കേസും പറഞ്ഞ് നമ്മുടെ കാശ് മുഴുവനും വക്കീലന്മാരും കോടതിയും കൂടെ വാങ്ങിച്ചെടുക്കുന്നതിനല്ലാതെ ഒരു പ്രയോജനമില്ലാത്തതാണ് നമ്മൾ ഈ കോടതിയൊക്കെ. ഇതിന് സമാന്തരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ തീരണം. നമ്മളെ അറിയുന്നവരുടെ ഇടയിലാണല്ലോ ഈ വിഷയമൊക്കെ പറയേണ്ടത്. ഈ സ്ഥിരമുള്ള ആൾക്കാരെ ഉണ്ടാക്കരുത്, റൊട്ടേറ്റ് ചെയ്യണം, ജൂറികൾ ഉണ്ടാക്കണം. ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് വഴിയാണ് ജനാധിപത്യം ഉണ്ടാവുള്ളൂ. പോലീസ് സ്റ്റേഷനാണ് ഇപ്പോഴും ഉള്ളത്. ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഒരു പോലീസ് സ്റ്റേഷൻ. നമ്മളെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് പോലീസ് എന്ന് പറഞ്ഞാൽ. പോലീസിങ് എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ട് നോക്കാനാണ് പോലീസിങ് എന്ന് പറയുന്നത്. സിറ്റിസൻസ് എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ സഹായ കേന്ദ്രം ഉണ്ടാകേണ്ടത്. നമുക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ട്, നമുക്ക് കംപ്ലൈൻറ്റുകളുണ്ട്. ഇത് പറയാനുള്ള സ്ഥലം വേണം. ഇത് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ബലം വേണം. ഒറ്റയ്ക്ക് പോകാനായിട്ട് ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്?
വെറുതെ നമ്മളൊന്ന് ആലോചിക്കും, നമ്മളെ സഹായിക്കാനുണ്ടായ സ്ഥാപനമാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുള്ളവരാരുണ്ട്? എല്ലാവരും പറയും ഒരു വക്കീലിനെ വിളിച്ചോണ്ടേ പോകാമെന്ന് പറയും, അല്ലെങ്കിൽ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ. ഇതൊക്കെ ഇങ്ങനെ ബലം വേണം അവിടെ പോകണമെങ്കിൽ, പേടിക്കണം. ഇതിനല്ല ജനാധിപത്യത്തിനകത്ത് പൗരാവകാശമുള്ള മനുഷ്യരുടെ ലക്ഷണമല്ല ഇതൊന്നും തന്നെ. അടുത്തത് വില്ലേജ് ഓഫീസ് തൊട്ട് തഹസീൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്. പിന്നെ എന്തിനാണ് നമുക്ക് പഞ്ചായത്തും പിന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും? അതെന്തിനാണ്? ഇതുണ്ടാക്കണമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൽ പോയി എന്തെങ്കിലും കാര്യം സാധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണത്. സകല ഉദ്യോഗസ്ഥന്മാരെയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നിങ്ങളതെന്താ ആലോചിക്കാത്തത്? ഞാൻ വേറൊന്ന്, ഇതിപ്പോൾ ഇത് ഞാനീ പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭരിക്കാനുണ്ടാക്കിയതാണ്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. ജനാധിപത്യത്തിനകത്ത് ഭരണമാണില്ലാത്തത്. ഭരിക്കാനാണെങ്കിൽ പിന്നെ രാജാവിനെ എന്തിനാണ് നമ്മൾ മാറ്റിയത്? അയാൾക്ക് പെൻഷനും കൊടുത്ത് മാറ്റി വെച്ചല്ലോ. സേവനമാണ് ജനാധിപത്യത്തിലുള്ളത്. പൗരനെ സേവിക്കുകയാണ്, നമ്മുടെ പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് ഒരാളിവിടെ ഈ റൗണ്ടിൽ വരുന്ന കാരണം കൊണ്ട് ഇവിടെ കൂടെ നടക്കാൻ വയ്യാതായി നമുക്ക്. എന്നാൽ പിന്നെ എന്തിനാണ് ഈ ബ്രിട്ടീഷുകാരെ പറഞ്ഞു വിട്ടത്? എന്തിനാണ്? ഇതുപോലെയായിരുന്നു ബ്രിട്ടീഷുകാരൻ വന്നുകൊണ്ടിരുന്നത്. രാജാക്കന്മാരാണ് ഈ വരുന്നതല്ലേ. ഇത് എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 75 വർഷമായിട്ട് രാജാക്കന്മാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നാണ്. തെരഞ്ഞെടുത്ത രാജാക്കന്മാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ കാര്യത്തിനാണ്? ജനാധിപത്യത്തിനകത്ത് സേവനമാണുള്ളത്, ക്രമീകരണമാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ ഇരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ക്രമീകരണം ആവശ്യമുണ്ട്. അല്ലാതെ നിങ്ങളെ ഞാൻ ഭരിക്കാനല്ല എന്നെ ഇവിടെ ഇരുത്തുന്നത്. നമ്മളിതൊക്കെ ഈ ഏരിയ മനസ്സിലാക്കാതെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വെറുതെ, ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്, 1950 ഭരണഘടന വന്ന് 45 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വെക്കുക, അവിടെ ഇരിക്കട്ടെ. കാരണം നമുക്കന്ന് ഭരണഘടനയില്ല. ഭരണഘടന വന്ന് ഈ ജനുവരി 26 ഡിക്ലെയർ ചെയ്തപ്പോൾ എന്തായാലും ഭരണഘടന വന്ന സ്ഥലത്താണല്ലോ, നമ്മൾ പൗരന്മാരായല്ലോ. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഈ ഇന്ന് വന്നിരിക്കുന്ന ആൾ ഇന്നലെ പ്രജയായിരുന്നു, ഇന്ന് പൗരനാണെന്ന് അറിഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനുണ്ടോ? ഒരു വില്ലേജ് ഓഫീസിലുണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം? അനുഭവിക്കുന്നവനും ഈ എടുക്കുന്നവനും ഒരു 500 പേര് അറിഞ്ഞിട്ടുണ്ട്. അത് അവിടെ കൊടി പൊക്കിയ ഒരു സ്ഥലമുണ്ട്, ചുവപ്പ് കോട്ട എന്ന് പറയുന്നത്. അവരറിഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം. ബാക്കി ആരറിഞ്ഞിട്ടുണ്ട്? ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് ജനാധിപത്യം ഇത്രയും വർഷം 75 വർഷം ഓടിച്ചിട്ട് എന്ത് സംഭവിച്ചെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. തുടങ്ങണം. ഞാൻ പറയുന്നത് തുടങ്ങണം. ജനാധിപത്യം തുടങ്ങേണ്ടതുണ്ട്. അതിന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമുണ്ട്. അതാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയത്. ഗ്രാമസഭയിൽ പോയിട്ടുള്ളവർ ഇതിനകത്തൊരു 4 പേര് കാണുമായിരിക്കും, അതിൽ കൂടുതൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗ്രാമസഭയിൽ എല്ലാ തവണയും പോയിട്ടുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ട്? 4 പേരും ഇല്ല, ഒരാൾ 2 4 പേര് അതെനിക്കറിയാം. ഇത്രയും പേരിനെ 4 പേരെ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാം. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ അത് ആരാണ്ടയുടെ എന്തോ കാര്യത്തിന് നടത്തുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ പണിയാണത്. ആ ചുറ്റുപാട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിനകത്ത് അഭിപ്രായം പറയുകയും അത് നടത്തിയെടുക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള ബോധം. ഇത് നിങ്ങളൊക്കെ ആണെങ്കിൽ പൗരബോധം വന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓർക്കണം. അവരാണ് ഈ പോയിട്ടില്ലാത്തത്. അപ്പം മറ്റുള്ളവരുടെ കാര്യം പിന്നെന്താ? ആടിനെയും കോഴിയെയും കൊടുക്കുന്ന സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായി. ഞാൻ വ്യക്തിഗതമായിട്ട് ആളുകൾ ചിലപ്പോൾ നിങ്ങൾ ഇത്രയും പേര് പോയാലും ഞാൻ പറയുന്നത് തെറ്റത്തില്ല. ഇത്രയും പേര് വളരെ സെലക്റ്റീവായ ആളുകളാണെന്നുള്ള എനിക്കറിയുന്നുണ്ടാണ്. പക്ഷേ നമ്മളിതിനൊന്നും ചെയ്തിട്ടില്ല. നമ്മളിത് ആരംഭിക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അത് ത്രിതല പഞ്ചായത്ത് നമ്മൾ ഉണ്ടാക്കിയത് ഈ വില്ലേജ് ഓഫീസ്, തഹസീൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്, കാശിന് കൊള്ളാത്ത ഗവർണർ, ഇത്ര എണ്ണത്തിനെ ഒന്നിച്ച് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കിയത്.
സമാന്തര ഭരണമാണിത്. എലക്ഷൻ നടന്നില്ലെങ്കിൽ ഭരിക്കത്തില്ലേ? അടുത്ത 10 കൊല്ലം എലക്ഷൻ നടന്നില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ടാ? ഇവിടെ ഭരിക്കുന്ന സംവിധാനമുണ്ട്, അത് നടന്നോളും. ഇതാണ് പ്രശ്നം. എലക്ഷനുമായിട്ട് ഒരു ബന്ധമില്ല ഈ ഭരണ സംവിധാനത്തിന്. നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്നവർ അവിടെ പോയി വെറുതെ ചാപ്പാടടിച്ചിട്ട് പോരത്തേ ഉള്ളൂ. പിണറായിയൊക്കെ ചാപ്പാടടിച്ച് പോരത്തേ ഉള്ളൂ, അല്ലാതെ ഒരു പുല്ലും ചെയ്യത്തില്ല. കഷ്ടിച്ച് മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹപ്രവൃത്തിക്ക് തടയാനൊക്കെ ചിലപ്പോൾ അവർക്ക് കുറച്ച് കഴിഞ്ഞെന്ന് വരും. അത്രേ പറ്റൂ. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ മതി. ചെയ്യാനങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് നടക്കത്തില്ല എന്ന്. മന്ത്രിമാർ ഓർഡർ ഇടും, താഴോട്ടൊന്നും വരത്തില്ല. കാരണം സെക്രട്ടറിമാരോട് ഇരിപ്പുണ്ട് ഇത് തടയാൻ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ നടക്കാത്ത കാര്യങ്ങൾ. ഈ സംവിധാനത്തിന് സമാന്തരം ഇപ്പോൾ കേരളത്തിനകത്ത് ഇപ്പോഴത്തെ ഗവൺമെൻറ് സമാന്തരമായ പല സ്ഥാപനങ്ങളും ഉണ്ടാക്കിയാണ് കുറച്ച് കാര്യം ചെയ്തത്. ഈ കെ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പേരിട്ടുള്ള ഉണ്ടല്ലോ, കിഫ്ബി കെ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ഇടുന്നത് എന്തിനാണ്? സമാന്തരമായി ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ കൊണ്ട് കുറച്ച് കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. മറ്റേത് മുഴുവൻ പണ്ടേ തൊട്ട് ബ്രിട്ടീഷുകാരെങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അതേ വീട്ടിൽ 365 മുറിയുള്ള അതിലാണ് ദരിദ്രനായ നല്ല പ്രസിഡന്റ് വരെ ഇരുന്നിട്ടുള്ളത്. വളരെ ഞാൻ എന്ത് പറയണം, ഭയങ്കര നല്ല പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ ഇരുന്നിട്ടുള്ള സ്ഥലം എന്താ പറയുക? 360 മുറിയുള്ള കെട്ടിടത്തിൽ. എന്തിനാടായി 360 ഉള്ള കെട്ടിടത്തിൽ ഇരിക്കുന്നതെന്ന്? അത് വല്ലവർക്കും താമസിക്കാൻ കൊടുക്കരുതോ? ബ്രിട്ടീഷുകാർ പോയത് കാര്യം ഇതുവരെ നമ്മളാരും അറിഞ്ഞിട്ടില്ല. സർ വിളിച്ച് ചാകുകയാണ്. ആ പിണറായിയൊക്കെ ആ എന്താണ് ഈ നിയമസഭയിൽ നിന്നുകൊണ്ട് എന്താണ് സ്പീക്കറുടെ സർ 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 എന്തിനാടാ നീയൊക്കെ ഈ സർ വിളിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? പണ്ട് രാജാവിരുന്നതാണ് ഈ സ്പീക്കറുടെ സ്ഥാനത്ത്, അതാണ് ഈ സർ. അതിനകത്ത് പോലും ഒരു ഈ നമ്മളീ പറയുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റുന്നവരൊന്നും തുല്യരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവിടെ ഇരുന്നിട്ട് ഈ സെറുവിളി മുഴുവനും. എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ? ഇപ്പം ഈ കാണിക്കുന്ന കോപ്പറേറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞു ഇന്ന് മോദി വരുന്ന ദിവസം ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് ഇവിടെ റോഡ്, നമ്മുടെ നാട്ടിൽ നമുക്ക് റോഡ്, ഞാൻ KR നാരായണൻ പ്രസിഡൻ്റായിട്ട് വന്ന സമയത്ത് നടക്കാൻ വയ്യാതായിട്ട് ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതി. നിങ്ങളെങ്കിലും പ്രസിഡൻ്റായപ്പം ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യത്തില്ല, ഞാൻ എൻ്റെ നാട്ടിലൊന്നും നടക്കാൻ പറ്റുന്നത്, നിങ്ങളങ്ങ് ഡൽഹിയിലിരുന്ന് അങ്ങ് ചത്തുവോ, ശല്യം ഇങ്ങോട്ടില്ല. അവിടെ മുഴുവൻ പേരും VIP കളാണ്. അതുകൊണ്ട് പിന്നെ അവർ പരസ്പരം ഉപദ്രവിച്ചോട്ടെ, ഇങ്ങോട്ടൊന്ന് വരാതിരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് റോഡിൽ നടക്കാമെന്ന് അന്ന് ഞാൻ എഴുതിയതാണ്. അന്ന് എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞ് KR നാരായണൻ അങ്ങനെ എഴുതില്ല. ഞാൻ വിചാരിച്ച KR നാരായണൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് പ്രസംഗിക്കുന്നിടത്തും നമ്മൾ വോട്ട് പിടിക്കുന്നിടത്തും എല്ലാം നടന്നിട്ടുണ്ട്. ഒരു വ്യത്യാസവും വന്നില്ല. ഇപ്പം മുർമു ആണിരിക്കുന്നത്, ആദിവാസിയാണിരിക്കുന്നത്. അയ്യോ, എന്തൊരു ആദിവാസികൾ കുളിര് കോരി ചത്തുപോകത്തില്ലേ? നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു സാധനം നടത്താനൊക്കത്തില്ല. ഞാൻ ആളുകൾക്ക് മനസ്സിലാകാൻ എളുപ്പം പറയുന്ന ഒരു ഉദാഹരണമാണ്. നമുക്കെല്ലാം കുറേ തോക്ക് തന്നിട്ട് അയലത്തുകാരനെ സ്നേഹിക്കാൻ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? തോക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വെടിവെക്കാനേ പറ്റത്തുള്ളൂ. വെടിവെച്ചിട്ടവനെ പിന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പോലീസ് സ്റ്റേഷനായാലും ശരി, വില്ലേജ് ഓഫീസായാലും ശരി, സെക്രട്ടേറിയറ്റ് ആയാലും ശരി, കോടതികളായാലും ശരി, ഇതൊന്നും ഉപയോഗിച്ചിട്ട് ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല. അതിന് സമാന്തര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ ബാധ്യത ചിന്തിക്കുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ആവശ്യമാണ്. ലോകത്ത് മോഡലുകളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യാൻ. നമ്മുടെ അത്രയും സാമൂഹികമായ ബോധമുള്ള ജനത ലോകത്ത് കുറവാണ്. നമ്മളാണ് ഉണ്ടാക്കി ലോകത്ത് പാഴ്സൽ ചെയ്യേണ്ട സാധനമാണ് ജനാധിപത്യം, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, റോഡിലിറങ്ങിയിരുന്ന് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചാൽ ജനങ്ങൾ കൂട്ടാനും ഓരോന്ന് ചെയ്യാനും പറ്റുന്ന നാട് ആയി നമ്മുടെ മാറിയിട്ടുള്ളൊരു രാജ്യമാണിത്. ഞാൻ പോയിട്ടില്ല. നിക്കറാഗുവയിലൊക്കെ പോയാൽ ഇതുപോലുള്ള നമ്മളെപ്പോലുള്ള മനുഷ്യരെ കാണാൻ പറ്റും. അവിടെയൊക്കെ ഇതുപോലുള്ള എക്സർസൈസസ് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇല്ല. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഭരണത്തിനുള്ളതാണ്. ഭരണം ഒരിക്കലും ജനകീയമല്ല.
സഹകരണത്തിൻ്റേതായ കൂട്ടായ്മയുടേതായ നമ്മളിവിടെ ഒത്തിരി ഉണ്ട്. എന്താണ് ഈ സ്ത്രീകളുടെ കുടുംബശ്രീ എന്നൊക്കെ പറയുന്ന സാധനം ലോകത്തെങ്ങാണ്ടുണ്ടോ? ലോകത്തെങ്ങും ഇല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതൊക്കെ. അതിൻ്റെ വിലയൊന്നും നമുക്കറിഞ്ഞൂടാ. ഈ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ കേട്ടിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സംഭാവനയിലൊന്നാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് 200 ദിവസം ജോലി. അന്ന് മൻമോഹൻ സിംഗ് കോൺഗ്രസ്സുകാർ, ഞാനൊക്കെ വഴക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ അപ്പോഴും ആ ചെയ്ത സാധനം ഭയങ്കര സാധനമാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് 200 ദിവസം തൊഴിലുറപ്പ്. ആ തൊഴിലുറപ്പ് വന്നോടെ വീട്ടിൽ വഴക്കിടുന്നത് തന്നെ കുറഞ്ഞു. കാരണം ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് കിട്ടും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ എടുക്കാനോ ഒക്കെ പറ്റും. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച മനുഷ്യരാണ്. നമ്മളാണ് ഈ ലോകത്തിന് ജനാധിപത്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ് കേരളം. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ കാര്യം ഞാനിപ്പോൾ ഇരുന്ന് നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി എനിക്ക് എത്ര നാൾ കാണും? ഞാൻ കൂടി വന്നാൽ ഒരു 10 കൊല്ലം തെള്ളിക്കൊണ്ടുപോയ ബുദ്ധി വേണ്ടേ? വെറുതെ 15ഒക്കെ കഷ്ടിച്ചാണ് അങ്ങോട്ടൊക്കെ തെള്ളിക്കൊണ്ടു പോകുന്നതുകൊണ്ടാണ് എനിക്ക് ഈ പടിയൊന്നും കയറാൻ വയ്യാതായിട്ടുണ്ട്. കണ്ടാലൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്നെങ്കിലും കാശിനുള്ളതായി. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നോക്കി ഒരു 5 കൊല്ലം എനിക്ക് വേണം ഇവിടെ ഉള്ള പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി. ഇപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് സമാന്തരമായി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുത്ത് ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്ത് കാണിച്ചു കൊടുക്കേണ്ട സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയാണിത് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിതിങ്ങനെ യൂറോപ്പിലുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവിടെയൊക്കെ ആളുകൾ ചെയ്യുന്നത് ഇത് വല്ലയിടത്തും നടക്കുമോ? ഇവിടെ ഇത് നടക്കുമോ എന്നുള്ളതല്ല, നടത്തേണ്ട പണി നമ്മുടേതാണെന്നുള്ള അറിവാണ്. നമ്മളെപ്പോലെ ഒരുങ്ങിയ ജനാധിപത്യത്തിന് ഒരുങ്ങിയ മറ്റൊരു ജനത സത്യത്തിൽ ലോകത്തില്ല. ഇവിടുത്തെ ഏത് വില്ലേജ് ഞാൻ ഒരു ഗ്രാമത്തിൽ പോയാൽ അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ഒരു സ്കൂളുണ്ട്, അവിടെ ഒരു ബാർബർ ഷോപ്പുണ്ട്, ഒരു ചായക്കടയുണ്ട്. അവിടെ എല്ലാ ആളുകളും ലോകത്തുള്ള മുഴുവനും സംസാരിക്കുന്ന മനുഷ്യരാണ് നമുക്ക് കേരളത്തിലുള്ളത്. ലോകത്തൊക്കെ എല്ലാ ചർച്ചകളും നമ്മൾ എന്താണ് ഈ ഫിലോസഫിയൊക്കെ ചർച്ച ചെയ്യുന്നവരാണ് ഈ കേരളത്തിൽ ചായക്കടയിലൊക്കെ. അതും യൂറോപ്പിലൊക്കെ ഉള്ള ചർച്ചകളൊക്കെയാണ് ചെയ്യുന്നത്. വലിയ യൂണിവേഴ്സിറ്റി, അവിടുത്തെ ജനങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. യൂറോപ്പിലെ ജനതയൊന്നും ഈ നമ്മളിവിടെ അറിയുന്ന ഫിലോസഫിയൊന്നും അവർ ചർച്ച ചെയ്തിട്ടില്ല. അവിടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന സാധനങ്ങളാണത്. അത് ചർച്ച ചെയ്യുന്ന ഒരു സാധാരണ നാട് ഈ കേരളമാണ്. അതുകൊണ്ട് കേരളത്തിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള വികാസം ഉണ്ടാക്കി നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതാണ് എനിക്ക് ഞാൻ ഈ എലക്ഷൻ ഇപ്പം ഈ കാണുന്ന എലക്ഷൻ നമ്മളുടെ ഒരു ഉത്സവമാണ്, പൂരമാണ്, ജനങ്ങളുടെ പൂരമാണ്. നമുക്ക് നല്ല ഉത്സാഹമാണ്. എല്ലാവരും പോസ്റ്ററൊക്കെ ഒട്ടി തോരണമൊക്കെ കെട്ടി ഭയങ്കര ഉത്സവമാണ്. ഞാനങ്ങനെയാണ് ഇലക്ഷനെ കാണുന്നത്, നല്ല പൂരം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും ആലോചിക്കേണ്ട. കാരണം ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വേണമല്ലോ നമ്മൾ പോയിരിക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നെ എലക്ട് ചെയ്ത് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആക്കിയ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഞാൻ അതേ സ്ഥലത്തല്ലേ പോയിരിക്കുന്നത്. ആ കസേരയുടെ സവിശേഷത എന്താ? നിങ്ങളെല്ലാം കൊച്ചാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ രാജാക്കന്മാരുണ്ടാക്കിയതാണ് ആ കസേര. വലിയ കസേര, വലിയ മുറി, വലിയ മേശ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ വേണം ആ സെക്രട്ടേറിയറ്റിൽ കയറി ഇരുന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ജനാധിപത്യം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പറ്റില്ല. അങ്ങനെ അത് ഈ തോക്ക് വെച്ച് അയലത്തുകാരനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, വെടിവെക്കാനും പറ്റില്ല. ഇത്രയാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല ഞാനിത് ഇനി ഇത് കവിഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പടിയെടുത്ത് നമുക്ക് ജനാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ കുഴഞ്ഞത്. അപ്പോൾ ഉദ്യോഗസ്ഥ ഭരണത്തിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കൊരു പേടിയില്ല, അവരെ ആരും ഒന്നും ചെയ്യത്തില്ല. അവർക്ക് പെൻഷൻ മേടിച്ച് വിരിയുന്നത് വരെ അവർക്കിരിക്കാം. അല്ലാതെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇല്ല. ഉദ്യോഗസ്ഥന്മാരെ വിലയിരുത്താൻ നമുക്ക് പറ്റുമോ? നമുക്ക് ഊബർ ഡ്രൈവറെ വരെ വിലയിരുത്താം, ഉദ്യോഗസ്ഥന്മാരെ പറ്റത്തില്ല. തിരഞ്ഞെടുക്കുന്നവൻ 5 കൊല്ലം കഴിയുമ്പോൾ രാജിവെച്ച് വരണം. അവന് വീണ്ടും നമ്മുടെ അടുത്ത് അക്കൗണ്ടബിലിറ്റിയോട് ബാധ്യതയുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഒരു സംഭവമില്ല.
ഉദ്യോഗസ്ഥന്മാർക്ക് ആകെ പേടിച്ചതുപോലെ അഭിനയിക്കണം, അത്രയേ ഉള്ളൂ. മന്ത്രി വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം, ഒന്നും സംഭവിക്കത്തില്ല. പരമാവധി എന്താണ്, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പേടി. ഈ ട്രാൻസ്ഫർ ആരാ കണ്ടുപിടിച്ചതെന്നറിയാമോ? ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതാണ്. ഇവിടുത്തെ ഇവിടുന്ന് എടുക്കുന്ന ജനങ്ങളിനകത്തുനിന്ന് ഉദ്യോഗസ്ഥന്മാരെ എടുത്താൽ ഇവിടുത്തുകാരുമായി അവർക്ക് ബന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചതാണ് അല്ലെങ്കിൽ എന്തിനാണോ ഈ ട്രാൻസ്ഫർ? ജനങ്ങളുമായി ബന്ധം വേണ്ടേ ഉദ്യോഗസ്ഥന്? അവരെന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? റൂട്ട് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ്. രാഷ്ട്രീയ ബന്ധം, നാട്ടിലുള്ള സാധാരണക്കാരുമായി ബന്ധം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകരുതെന്ന്. അതുകൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയം പറയാനൊന്നും പാടില്ലെന്നൊക്കെ പറയുന്ന നിയമമൊക്കെ നിൽക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ്? ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയം വേണ്ടേ? എന്തുകൊണ്ട് വേണ്ട? പോലീസുകാർക്ക് രാഷ്ട്രീയം വേണ്ടേ? എന്തുകൊണ്ട് വേണ്ട? അവരൊക്കെ ന്യൂട്രലാണെന്ന് അഭിനയിക്കണം. അഭിനയം മാത്രമേ നടക്കത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കി നമ്മളെ അടിച്ചമർത്തി ഭരിക്കാൻ നമ്മുടെ ഇടയിൽ നിന്ന് കാവൽ നായ്ക്കളെ ഉണ്ടാക്കിയതാണ് ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും പോലീസുകാരും. ഇത്രയും അറിയണം നമ്മൾ. അവരുടെ കാവൽ നായ്ക്കളാണ്, ജനങ്ങളുടേതല്ല. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രാൻസ്ഫോം ചെയ്യേണ്ട പണിയാണ് ജനാധിപത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് തന്നെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അത്രേ എനിക്ക് പറയാനുള്ളൂ.